പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീ. എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പുണ്യം തേടിക്കൊണ്ട് 3 പള്ളികളിലേക്കല്ലാതെ നിങ്ങൾ യാത്ര പോകരുതെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ നബവി, മസ്ജിദുൽ അഖ്സ, ഇതാണ് ആ 3 പള്ളികൾ. അതിൽ മസ്ജിദുൽ നബവിയെ കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ വയ്ക്കാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 2 അനാഥ ബാലന്മാരുടെ കയ്യിൽ നിന്നും പണം കൊടുത്ത് വാങ്ങി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പുണ്യകരങ്ങളാലും സ്വഹാബത്തിന്റെ കരങ്ങളാലും നിർമ്മിച്ച ചെറിയൊരു പള്ളി. മണ്ണും മൺകട്ടകളും ഈന്തമ്പര തൂണുകളും ഈത്തപ്പന യോലകളും കൊണ്ട് നിർമ്മിച്ച ഒരു ചതുരാകൃതിയിലുള്ള പുണ്യഗേഹമായിരുന്നു അന്ന് മസ്ജിദിന്. എന്നാൽ ഇന്ന് വിവിധ കാലഘട്ടങ്ങളിലായിക്കൊണ്ട് വിവിധ ഭരണാധികാരികൾ അത് വിപുലീകരിക്കുകയും ഇസ്ലാമിക വാസ്തുകലയുടെ ഉജ്ജ്വല മാതൃകയായിക്കൊണ്ട് മദീന പട്ടണത്തിന്റെ മാറിടത്തിൽ പ്രൗഢഗംഭീരമായി ഉയർന്നു നിൽക്കുകയാണ് ഇന്ന് മസ്ജിദ് നബവി. സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ രംഗത്തെ ഒരു ഉദാത്ത മാതൃക കൂടിയാണ് ഇന്ന് മസ്ജിദ് നബവി. അമൂല്യങ്ങളായ ഗ്രന്ഥങ്ങളുടെ ഒരു വിപുലമായ ശേഖരമടങ്ങിയ ഒരു ഗ്രന്ഥാലയവും ലോകത്തിലെ ഏറ്റവും വലിയ ഖുർആൻ പ്രിന്റിംഗ് പ്രസ്സും മസ്ജിദ് നബവിയിലുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചൊരു ഹദീസ്, എന്റെ വീടിനും മിമ്പറിനും ഇടയിലുള്ള സ്ഥലം റൗള ഷെരീഫാണ്. ആ റൗള ഷെരീഫ് ഒന്ന് കാണുവാൻ ആഗ്രഹിക്കാത്ത ഒരു വിശ്വാസിയും ഉണ്ടായിരിക്കുകയില്ല. അൽഹംദുലില്ലാഹ്, എനിക്കും അതിനുള്ളൊരു ഭാഗ്യം ലഭിക്കുകയുണ്ടായി. അവിടെ നിന്ന് 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരുപാട് പേർ നമ്മൾ ഉണ്ടാകും, ഇല്ലാത്തവരുമുണ്ടാകും. ഇല്ലാത്തവർക്ക് അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ, ചെയ്തവർക്ക് അതിനുള്ള പ്രതിഫലം അള്ളാഹു നിന്ന് അനുഗ്രഹിക്കുന്നു. മറ്റു പള്ളികളിൽ നമസ്കരിക്കുന്നതിനേക്കാൾ 1000 മടങ്ങ് പ്രതിഫലമുള്ള പള്ളിയാണ് മസ്ജിദ് നബവി. ഹജ്ജിന്റെയോ ഉംറയുടെയോ ഒരു പ്രത്യേക കർമ്മങ്ങൾ അവിടെയില്ല. സാധാരണ നമസ്കാരങ്ങളും സുന്നത്ത് നമസ്കാരങ്ങളും എല്ലാ പള്ളികളിലെയും പോലെ തന്നെ അവിടെയും നടന്നു വരും. നബിയുടെ ഖബറിനടുത്തായിക്കൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെയും ഖബറുണ്ട്. പ്രവാചകന്മാർ മരിച്ചാൽ അവിടെ തന്നെ മറവ് ചെയ്യുക എന്നുള്ള ഒരു നിയമമുള്ളത് കൊണ്ട് തന്നെ അതിപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ച സ്ഥലത്ത് തന്നെ നമ്മുടെ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ആയിഷ ബിബി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ തന്നെയാണ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിടുന്നത്. അള്ളാഹു എല്ലാവർക്കും അവിടെ എത്തിപ്പെടാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.